കർണാടക മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫിന്റെ സംസ്കാരം അല്പസമയത്തിനകം മലപ്പുറം പറപ്പൂരിലെ മഹല്ല് പള്ളിയിൽ നടക്കും. കുടുപ്പിലെ ക്രിക്കറ്റ് മൈതാനത്ത് നടന്ന കൊലപാതകത്തിൽ 20 പേർ അറസ്റ്റിലായി. അഷ്റഫ് മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് പോലീസ് വ്യക്തമാക്കി. നിലവിലെ അന്വേഷണത്തിൽ പരാതിയില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും അഷ്റഫിന്റെ സഹോദരൻ അബ്ദുൽ ജബ്ബാർ പറഞ്ഞു. കർണാടക സ്പെഷ്യൽ ബ്രാഞ്ചും അതേപോലെ കേരള സ്പെഷ്യൽ ബ്രാഞ്ചും ബന്ധപ്പെട്ടായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ അവർ മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവർ ബോഡി വിട്ട് തന്നിട്ടുണ്ട്. പിന്നെ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. 20 ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. മരണകാരണം മർദ്ദനം തന്നെയാണ്, ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഇത് ഒരു 2 മണിക്കൂറോളം ഈ ബോഡി അവിടെ കിടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം മരിച്ചവിടെ കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇല്ല, അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ബോഡി മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്ന മുന്നേ തന്നെ ഇപ്പോൾ ഇപ്പം തന്നെ ഒരു 20 ആളുകളെ അറസ്റ്റ് ചെയ്യും. അവർ റിമാൻഡിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു അങ്ങനെ പറയാൻ പറ്റും ഇതല്ല. ഞാൻ പറയുന്നത് വെച്ചാൽ അവിടെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവിടെ അന്വേഷണം ആ ഒരു കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ബോഡിയൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് അവിടുന്ന് അത്രയും UT ഖാദർ അങ്ങനത്തെ ആളുകളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ ഒരു പ്രശ്നത്തിലും ഉൾപ്പെടാത്ത ആളാണ് അഷ്റഫ് എന്ന് ബന്ധു പറഞ്ഞു. ഇടയ്ക്ക് ഒരു മാസം 1.5 മാസം കഴിയുമ്പോൾ കോട്ടക്കുന്ന് കാണും. ഇവിടെ പോകുമ്പോൾ നാടൻ വീട്ടിൽ ഇതിന് മതിലെടുത്ത് വെച്ച് ചാടി അവിടെ വന്ന് കുളിച്ച് ബാക്ക് ഡോർ തുറന്ന് കിടക്കുന്നുണ്ട്. പിന്നെ പോയാൽ പിന്നെ ഇതേവർക്ക് 1.5 മാസം കഴിയുമ്പോഴേ കാണുള്ളൂ. അതുകൊണ്ട് ചോദിച്ചതിനുള്ള മറുപടി ഞാൻ പറയുള്ളൂ. അല്ലാതെ സംസാരിക്കുന്ന ഒരാളല്ല. അങ്ങനെയാണ് നമ്മളായിട്ടുള്ള പരിചയം. ചേരുന്നു വിപിൻ സി വിജയൻ സംസ്കാര ചടങ്ങിന്റെ വിവരങ്ങളുമായി. അതോടൊപ്പം തന്നെ അരുൺ പൂപ്പറമ്പ മംഗളൂരുവിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, എന്താണ് വിവരങ്ങൾ? ഞാൻ വരാം. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. വിപിനെ കണക്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. അരുൺ പൂപ്പറമ്പയിലേക്ക് പോകുന്നു. മംഗളൂരുവിൽ നിന്നാണ് അരുൺ നമ്മളോടൊപ്പം ഉള്ളത്. അരുൺ, വിശദാംശങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ 20 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മംഗളൂരു സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ തന്നെ ഒരു പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിന് അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ വിശദമായ അന്വേഷണം ഇതിൽ നടക്കുകയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ ഉള്ള കണ്ടെത്തലുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിലും ചില അവ്യക്തതകളുണ്ട്. ചില കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ കൊലപാതകത്തിൻ്റെ കാരണത്തെ സംബന്ധിച്ചാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുടുപ്പു എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് മംഗളൂരു നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ്. അത് ഒരു ജനവാസ മേഖലയൊന്നും അല്ല, ഒരു കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടുള്ളൊരു സ്ഥലത്താണ് ആ മൈതാനമുള്ളത്. അവിടെ ഒരു ക്ഷേത്രം മാത്രമാണ് അതിന് തൊട്ട് സമീപത്തായി ഉള്ളത്. ആ മൈതാനത്ത് നടന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റിനിടെ അവിടെ ഈ പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള അഷ്റഫ് അവിടെ എത്തുന്നു. അഷ്റഫ് മംഗളൂരു നഗരത്തിൽ ഈ ആക്രി സാധനങ്ങളൊക്കെ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബന്ധുക്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ചില മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അഷ്റഫ് നേരിട്ടിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ ചികിത്സയൊക്കെ ഉള്ള ആളാണ് അഷ്റഫ്. അങ്ങനെ അഷ്റഫ് ആ മൈതാനത്തെത്തുന്നു. ആ മൈതാനത്തെത്തിയതിന് ശേഷം അവിടെ വലിയ ആൾക്കൂട്ടമുണ്ട്. കളി കാണാനും കളിക്കാനുമായി എത്തിയ നിരവധി ആൾക്കാരുണ്ട്. അതിനിടയിൽ വെച്ച് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചു എന്നതാണ് ആരോപണം. അത് ആരോപിച്ചാണ് ഈ അഷ്റഫിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ആ ഗ്രൗണ്ടിൽ വെച്ച് മർദ്ദനമുണ്ടായി. അതിനുശേഷം ഓടിച്ചിട്ട് മർദ്ദിച്ചു. ഏകദേശം 150 മീറ്റർ അകലെയാണ്, മൈതാനത്ത് നിന്ന് 150 മീറ്റർ അകലെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അത്ര ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. ഈ ക്രിക്കറ്റിനായി ഉപയോഗിക്കുന്ന സ്റ്റെമ്പുകൾ, അതോടൊപ്പം തന്നെ അവിടെയുള്ള വടികളൊക്കെ ഉപയോഗിച്ച് അഷ്റഫിനെ മർദ്ദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ അറസ്റ്റിലായിട്ടുള്ള പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനിടെയാണ് ഇങ്ങനെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നവർ വെളിപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഈ കളി കാണാനെത്തിയ ചില കാണികളുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴും അതേ തരത്തിലുള്ള മൊഴി പോലീസിന് ലഭിച്ചു എന്നതാണ് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ വിശദമായ അന്വേഷണം അതിലാവശ്യമാണ്. അതിൽ ചില അതായത് ഈ ഇത്തരം ഒരു മർദ്ദനം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ഈ
പ്രതിപ്പട്ടികയിലുള്ള മുഖ്യ പ്രതിയായിട്ടുള്ള സച്ചിൻ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറും അഷറഫും തമ്മിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി എന്ന തരത്തിലുള്ള മൊഴികൾ കൂടിയുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണത്തിലൂടെ ഒരു വ്യക്തത ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നൽകുന്നത്. വിപിൻ സി വിജയനിലേക്ക് പോകുന്നു. വിപിൻ, സംസ്കാര ചടങ്ങ് എപ്പോഴാണ്, എന്താണ് വിശദാംശങ്ങൾ? ജികെ, ഇപ്പോൾ അഷ്റഫിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു. ചോലക്കുണ്ട് ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ വെച്ചായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഏകദേശം ഒരു 11 മണിയോടുകൂടി 11:30 കൂടിയൊക്കെയാണ് മലപ്പുറത്തേക്ക് ഈ മൃതദേഹം കൊണ്ടുവന്നത്. ഇവർ വേങ്ങരയിലാണ് ആദ്യം താമസിച്ചിരുന്നത്. ഒരു 6 വർഷമേ ആയിട്ടുള്ളൂ വയനാട്ടിലെ പുൽപ്പള്ളി എന്നുള്ള സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് മാറിപ്പോയിട്ട്. ഇവരുടെ വീട് ജപ്തിയാണ്. ജപ്തിയായതിനു ശേഷമാണ് ഇവിടെ നിന്ന് ജ്യേഷ്ഠന്റെ ഒക്കെ ഒപ്പം അഷ്റഫും വയനാട് പുൽപ്പള്ളിയിലേക്ക് മാറി താമസിക്കുന്നത്. ജ്യേഷ്ഠൻ ആദ്യം മുതൽ തന്നെ പുൽപ്പള്ളിയിലായിരുന്നു മറ്റ് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അവരുടെ കുടുംബം മുഴുവൻ ഉണ്ടായിരുന്നത് വേങ്ങര ഈ പറപ്പൂർ എന്നുള്ള സ്ഥലത്തായിരുന്നു. പറപ്പൂരിലേക്ക് അപ്പോൾ മൃതദേഹം കൊണ്ടുവന്നു. അങ്ങനെ ആംബുലൻസിൽ വെച്ച് തന്നെ അടുത്ത ബന്ധുക്കൾക്കും അതുപോലെ തന്നെ അഷ്റഫിനെ പരിചയമുള്ള നാട്ടുകാർക്കും കാണുന്നതിന് വേണ്ടി ആംബുലൻസിൽ വെച്ച് തന്നെ ആ വീടിന്റെ തൊട്ടടുത്ത് ഒരു സൗകര്യം ഒരുക്കിയിരുന്നു. അതിനുശേഷം അവിടെ ഒരു 10 മിനിറ്റ് മാത്രമാണ് അവിടെ ഒരു മൃതദേഹം വെച്ചത്. അതിനുശേഷം നേരെ ഇപ്പോൾ ഈ ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. ജുമാ മസ്ജിദിൽ എത്തിക്കുകയും സംസ്കാര ചടങ്ങുകൾ കഴിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർ ഇനിയിപ്പോൾ ഇവിടെ ഒരു ആക്ഷൻ സമിതിയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇതിലെന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി വ്യക്തത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.